ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ഞാനൊരു 500 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് 3-4 പ്രാവശ്യം കഴുകിയെടുത്ത് വെള്ളമൊക്കെ വാർന്നതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ചിക്കൻ കഴുകിയെടുക്കുമ്പോൾ അതിലേക്ക് നമ്മൾ 1-2 ടീസ്പൂണ് വിനാഗിരിയോ നാരങ്ങാനീര് ഉപയോഗിച്ച് കഴുകിയെടുത്താൽ ഉളുമ്പ് ടേസ്റ്റൊന്നും വരത്തില്ല. ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് ചിക്കന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് മീഡിയം വലിപ്പത്തിലുള്ള 3 സവോള എടുത്തിട്ടുണ്ട്. അത് നമുക്കിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. 3 ചെറിയ സൈസിലുള്ള ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. മീഡിയം വലിപ്പത്തിലുള്ള 2 എണ്ണം എടുത്താലും മതി. ഇനി നമുക്ക് സവോളയ്ക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലിടുക. അതിനുശേഷം ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. സവോള പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിന് പകരമായിട്ട് ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. 1 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ചെറുതായിരിക്കുന്നതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് തക്കാളി ഒന്ന് വാടി കിട്ടുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് അതിൽ ഗ്രേവിക്ക് നന്നായിട്ട് വറ്റി വരണം. അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിലെ ചാറൊക്കെ നന്നായിട്ട് വറ്റി കുറുകി വരുന്നത് വരെ തുറന്ന് വെച്ച് വറ്റിച്ചെടുക്കണം. ചിക്കനൊക്കെ വന്ന് നന്നായിട്ട് ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ചെറിയ ഗ്രേവിയോടുകൂടി വേണമെങ്കിൽ ഈ സമയം നമുക്ക് സ്റ്റൗ ഓഫാക്കി എടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ചപ്പാത്തിക്കും അപ്പത്തിനും പൊറോട്ടയ്ക്കും ഒക്കെ ഒപ്പം കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.